തൽക്കാലം ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത്. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്. അവൾ ചാവാൻ പാടില്ല. പരമു വന്നാൽ എന്ത് ചെയ്യണം സാർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ സാർ. ഓക്കെ. ആർക്ക് വേണ്ടിയാ ദേവിയോട് പ്രാർത്ഥിച്ചത്? പറയൂ. നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടി. അതേത് പാർട്ടിയാ? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 100 കിലോമീറ്റർ ഓടണേ, എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ, കാശ് കടം പറയുന്ന ദരിദ്രവാസിയൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവി ഇടമെടുക്കും. പാവം ദേവി, ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ പഠിക്കേണ്ടി വരുന്ന തോന്നുന്നേ. നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിച്ചൂടെ? അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാൽ നമ്മളെ നല്ല കാലമല്ലേ കുഞ്ഞേ? അല്ലേ? നമ്മൾ ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു മിസി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറുവടിയുമായിട്ട് 2 പേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ, ഞാനെന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്. ഇതിനെല്ലാം കൂടി എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല. ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താൻ ഈ ജന്മം മുഴുവൻ വെച്ച് വിളമ്പിയാ കിട്ടൂ 45,000 രൂപ. ഇതാ, എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ. മുതലാളിയുടെ അകത്തുണ്ട്. എന്താടാ? ഒളിച്ചോടിപ്പോയ ഭയമി വന്നിട്ടുണ്ടെന്ന്. എവിടെ? അവളുടെ വീട്ടിൽ. എന്തോ അസുഖം കൊണ്ടാ വന്നിരിക്കുന്നത്. ബോധം വിട്ട് കിടക്കുക. നിന്നോട് ആരോ പറഞ്ഞത്? ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെ അതെ, ഞാൻ വന്ന് കാണുമ്പോ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു. എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നോടും കൂടിയാ പറഞ്ഞത്. ആ കഥ കടച്ചേക്കൂ. എന്താ? പരമൂണ്ണം വന്നിരുന്നു. വല്ലത് ഏൽപ്പിച്ചോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭൈമിയും പറയണ്ട. പരമു വന്നിരുന്നു. 1 കോടി രൂപ എന്നെ ഏൽപ്പിച്ചു. എന്റെ പരദേവതയെ. ഞാനെല്ലാം അറിഞ്ഞു. ഭൈമി എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? ഞാന് വേണ്ട, എല്ലാം വിശദമായി പിന്നെ പറയാം. സായിപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം. പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത്. ഭൈമി അറിഞ്ഞോ?
ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവും കടന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവന് ഗതി കിട്ടില്ല. തെണ്ടി. ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ? ആര് കൊടുക്കാൻ? അത് മുഴുവൻ നമുക്ക് സമമായി ഭാഗിക്കാം. ഭാഗ്യത്തിന് എന്റെ ഈ തന്നതിനെ കുറിച്ച് സാഹിബിന് യാതൊരു അറിവുമില്ല. ഞാൻ പോയിട്ട് വരാം. ഭൈമി ഏതായാലും 2-3 ദിവസത്തേക്ക് വിശ്രമിക്കും. ആരോടും അധികം സംസാരിക്കാൻ വേണ്ട. ഇടയ്ക്കാൻ വരാം. ഇതിരിക്കട്ടെ. പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മടിക്കരുത്. ഞാൻ വരട്ടെ. ഭൈമിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാണ്. 50 ലക്ഷം രൂപയുടെ കടക്കാരൻ. ഞാൻ വരട്ടെ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത്. ഞാൻ സാധാരണ ചാരായമാണ് കുടിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ദാസനാണ്. മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ പീടിമുറികൾ സദാരാമൻ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലയോ, ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നൂടെ? വാടകയ്ക്കല്ല, തന്റെ പേരിൽ ഞാൻ തീരെഴുത്തരും. ഈ പറയുന്നത് സത്യമാണോ? പിന്നെ ഇത് ഉറക്ക ഗുളികളാണ്. 20 എണ്ണം. 20 മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭൈമിക്ക് കൊടുക്കണം. ഒരിക്കലും ഉണരരുത്. സാധിക്കുമോ തനിക്ക്? നാളെ തന്നെ ആധാരം നടത്താം. അവിടുത്തെ ഉറക്കുകളുടെ ബലസിദ്ധി എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോ 2 ദിവസം കിടന്നുറങ്ങിയിട്ട് ചാടി എണീറ്റ് പോവും. പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലും ചരിഞ്ഞു പോകും. അതൊക്കെ സദാരാമന്റെ ഇഷ്ടം. നാളെ നേരം വെളുക്കുമ്പോൾ ഭൈമിക്ക് ജീവനുണ്ടാകരുത്. കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ബ്രഹ്മാണെയാണോ ആയതിന് പഞ്ഞം? എങ്കിൽ സമയം കളയണം. വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വയ്ക്കും. രാത്രി ഞാൻ അവിടെ എത്തിക്കോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം പിന്നെയും കൂടി. അവൾ അകത്ത് ഉരുണ്ട് പറയുകയാണ്. വൈദ്യര് വന്നില്ലേ? വന്നു, അകത്തുണ്ട്. എന്തൊരു കാലക്കേടാണ്. ആ വൈദ്യുതി ഇങ്ങോട്ട് വിളിക്കും. തനിക്കാകാമെങ്കിൽ ഏറ്റാ മതിയായിരുന്നല്ലോ. സത്യം പറ, ഭൈമിക്ക് എന്താ അസുഖം? ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ. ഉടനെ എന്റെ വണ്ടിയിലേക്ക്. ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല. ഹൃദയസ്തംഭനമാണ്. 5 മിനിറ്റ്. എന്റെ ഭൈമി, എന്നാരും പിടിക്കുന്നത് ഞാൻ ശരിയാണ്. ജോണി മുതലാളി എന്റെ പുറകിലുള്ളപ്പോ എനിക്ക് എന്തോ പേടി. കാരണം എന്ന് ജോണി മുതലാളിയാണ് എന്റെ പുറകെ വരുന്നത്. ആര് പറഞ്ഞിട്ടാ ഞാൻ ഭൈമേക്ക് വന്നത്? ജോളി മുതലാളി പറഞ്ഞിട്ട്.
എന്തിനാണ് മുതലാളി ഭയമയെ കൊല്ലാൻ പറഞ്ഞത്? അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല. പക്ഷെ സാധാരണ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. കണ്ട അണ്ടനും അറവോടിനും വേണ്ടി ഒരു ക്രൂരകൃത്യവും ഈ സാധാരണ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എന്തും ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എന്റെ സുഭദ്രയെ കല്യാണം കഴിക്കണം. മുതലാളി